Hello, this is Sudha Menon. Welcome to Sudha's World. ഇന്ന് ഞാൻ ഒരു പൊടി, ദോശപ്പൊടി, ഇഡ്ലിപ്പൊടി, ഈ പൊടി ചോറിനും പറ്റും. അത്രയും ടേസ്റ്റായിട്ടുള്ളൊരു പൊടിയാണ്. ഈ പൊടി ഞാൻ ഒരു ഇതിൽ വായിച്ചിട്ട് കണ്ടുപിടിച്ചാണ്, പുസ്തകത്തിൽ. ബാലൻ, ആക്ട്രസ് ബാലൻ്റെ അമ്മ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അവർ ബ്രാഹ്മിൻസാണല്ലോ. അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും കഴിക്കുക, നെയ്യിട്ട് വശിക്കുക, നന്നായി കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു കപ്പ് ഉഴുന്ന്, മുഴുവഴുന്നോ കറുത്തുഴുന്നോ ഹാഫ് ഉഴുന്നോ എന്തായാലും അതിൽ ഒരു കപ്പ് ഉഴുന്ന് ഞാൻ പാനിലേക്ക് ഇട്ടു. എന്നിട്ട് വറുക്കുകയാണ്. ഇത് വറുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ പാൻ ചൂടായ ഉടനെ അതിലേക്ക് ഇടണം. ചൂടാവാതെ ഇടരുത്. പാൻ നല്ലോണം ചൂടായ ഉഴുന്ന് അതിലേക്ക് ഇടുക. പക്ഷേ അതിൻ്റെ ഫ്ലെയിം മിനിമത്തിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. വേഗം ആവട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അത് അവിടെ കരിഞ്ഞു പോകും. ഇതാണ് ഈ ഉഴുന്നൊക്കെ വറുക്കുമ്പോഴുള്ളൊരു ഇത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവരുടെ റെസിപ്പിയിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം വറുക്കണം എന്നാണ് കാണിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ ഓഫ് ഓയിലിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വറുക്കണമെന്ന്. പക്ഷേ ഞാൻ എണ്ണ ഒഴിക്കാണ്ടാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മളിതിൽ എന്തായാലും നെയ്യ് കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്യ് ഒഴിച്ചിട്ട് അത് കഴിച്ച് നോക്കാം. പിന്നെ ചൂട് ചോറിൻ്റെ കൂടെ ഈ പൊടിയിട്ട് നെയ്യ് കഴിച്ചാൽ നന്നായിരിക്കും. ആ കുട്ടി അവരുടെ അമ്മ അതിനെ ഉണ്ടാക്കുന്നതും കാണിക്കുന്നതിനെയൊക്കെ പറ്റി വിവരിക്കാൻ കേൾക്കുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരും. ഞാനത് വായിച്ചാണ് ഒരു ബുക്കിൽ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഉഴുന്ന് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ പകുതി റോസ്റ്റഡായി, നല്ല മണം വരുന്നുണ്ട്. എന്നാലും പോരാ, ഒരു നല്ലൊരു കളർ കിട്ടണം അതിന്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ഉഴുന്നപ്പരിപ്പ്, ഇനി ഇടാൻ പോകുന്നത് കടലപ്പരിപ്പ്, മുളക്, ഈ 3 സാധനമാണ്, കായമാണ്. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1 ടീസ്പൂൺ എണ്ണയിലാണ് അവരെല്ലാം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ എണ്ണ ഒഴിച്ചില്ല. ഇപ്പോൾ എൻ്റെ ഉഴുന്ന് നല്ലോണം തുടുത്തിട്ടുണ്ട്, കണ്ടോളൂ. നല്ല ഒരു ചുവന്ന കളറൊക്കെ വന്നു. ഇപ്പം ഞാൻ ഇതിനെ മാറ്റിയിട്ട് വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് കടലപ്പരിപ്പ് വറുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കടലപ്പരിപ്പ്, ഇതാ കണ്ടോ, കടലപ്പരിപ്പ് 1/4 കപ്പ്, ഉഴുന്ന് 1 കപ്പ്, കടലപ്പരിപ്പ് നിങ്ങൾക്ക് കറുത്ത ഉഴുന്ന് വാങ്ങി ആഡ് ചെയ്യുമ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് വെള്ള ഉഴുന്നാണ്. അപ്പോൾ ഞാൻ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കിത് ഇനി ഇതിനെ കൂടി നന്നായി ഒന്ന് മണം വരുന്നവരെ വറുക്കണം. ഈ കൂട്ടിന് ശരിക്ക് 20 ചുവന്ന മുളകാണ് ആഡ് ചെയ്യുന്നത്. മുളകാപ്പൊടി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മുളക് വളരെ കൂടുതലായിട്ട് ആഡ് ചെയ്യും. പക്ഷേ എനിക്കിവിടെ ഇത്രയും മുളക് കഴിക്കാൻ പറ്റില്ല. ഒന്നാമത് വീട്ടിലുള്ള ആൾക്ക് മുളക് ഒരുപാട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല മുളക് ഒരുപാട് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണേ, ഞാൻ ചിലപ്പോൾ അതൊരു 15ലേക്ക് ചുരുക്കും. എന്നിട്ട് ഇനി കായം കൂടി വറുത്തെടുത്തിട്ട് വേണം ഇത് പൊടിച്ചിട്ട് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുമ്പോൾ അവർ പറയുന്നത് ആ പൊടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് ഇഡ്ഡലിയോ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. അത് ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ വായിൽ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ചോറിൻ്റെ കൂടെ അടിപൊളിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ഈ പരിപ്പ് പൊടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. ഫോറിനിലേക്ക് പഠിക്കാൻ പോണ കുട്ടികൾ ഒക്കെ, ഈ ബ്രാഹ്മിൻസ്, അവർക്ക് അത് വളരെ പ്രധാനമാണ്. അത് വളരെ ആരോഗ്യം തന്നെയാണ്, അല്ലാതൊന്നും പറയാൻ പറ്റില്ല. അതിങ്ങനെ അവർ പക്ഷേ എണ്ണയിലൊന്നും ചെയ്യില്ല. അവർ കഴിക്കുമ്പോൾ മാത്രമേ അതിൽ എണ്ണ ചേർക്കാറുള്ളൂ. അത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഈ സ്കൂളിൽ പഠിക്കാൻ പോകണം, ഫോറിനിലേക്കൊക്കെ പഠിക്കാൻ പോകണമെന്നൊക്കെ ഇത് നല്ല ടേസ്റ്റാണ്. പരിപ്പിൻ്റെ ടേസ്റ്റും കായവും എല്ലാം കൂടി വരുമ്പോൾ അത് ചോറിലിട്ട് പനഞ്ഞ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കൂടി മതി. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് തുടുത്തു വന്നു. ഇനി ഇതിനെ ഞാൻ ഒരുപാട് അങ്ങോട്ട് വറുക്കണില്ല കേട്ടോ. ഈ പൊടി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിത് ട്രൈ ചെയ്തിട്ടാണ് പറയണത്. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ അരി, ഉഴുന്ന്, ജീരം, ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുക. ഇത് മാത്രമേ, ഉഴുന്ന്, കടലപ്പരിപ്പ്, അതും അതിൻ്റെ റേഷ്യോ ഈസ് 1:4. 1:4 എന്ന് പറയുന്നത് എന്താ അറിയോ, 1 കപ്പിൻ്റെ 1/4 ഭാഗമാണ് കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതും കൂടി ഇതിലേക്ക് ഈ ഉഴുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണ്.
ഇനി ഞാൻ മുളകെടുക്കട്ടെ. ഇപ്പം നോക്കിക്കോളൂ, ഞാനിതിലേക്ക് എടുത്തിരിക്കുന്ന മുളക് ഞാൻ 15 എന്ന് പറഞ്ഞുവെങ്കിലും അത്രയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഇത് നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് ഞാൻ ഇതൊരു 10 എണ്ണം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. 10 എണ്ണം. ഇതൊന്ന് നന്നായി ചൂടായി വരട്ടെ. എന്നിട്ട് കായം കൂടി വറുത്താൽ നമുക്ക് വേഗം ഇതിനെ പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മുളക് കൂടി നന്നായി. ഇനി ഞാനിതിലേക്ക് കായം, വേറെ ഒന്നും ചെയ്യിക്കുന്നില്ലാത്ത കായം. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ പ്രത്യേകമായിട്ട് റെസിപ്പി കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യുക. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ചോറിന് കൂടെ ഇട്ടിട്ടും കഴിച്ച് നോക്കി. അപ്പം ഞാനിനി ഇതിലിട്ടിട്ട് എൻ്റെ കായം ഒന്ന് വറുത്തെടുക്കട്ടെ. ഇതിപ്പോൾ കായം കണ്ടോ, ഇത്ര കായം എടുത്തിട്ടുണ്ട് ഞാൻ. ഈ കായം കുറച്ചുകൂടി കഷ്ണമാക്കിയാൽ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിക്കാൻ പറ്റും. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് ഇതിനെ ഒന്നും കൂടി നന്നായി പൊടിക്കുക. ഇല്ലെങ്കിൽ എന്താവും, ഇത് പൊടിയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലിട്ടിട്ട് ഓഫ് ചെയ്ത് വയ്ക്കാൻ പോകുന്ന നടുവിലാക്കിയിട്ട് ഇങ്ങനെ ഈ കായം കിടക്കട്ടെ. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പൊടിച്ചിട്ട് കാണിക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പ് ചേർക്കാൻ പോകുന്നുണ്ട്. ഉപ്പ് ഈ ചൂടിൽ തന്നെ ചേർത്താൽ, ഇപ്പോൾ ഇത് ഒരുപാട് ആറിയിട്ടില്ല, ഈ ചൂടിലേക്ക് ഞാൻ എങ്ങനെയല്ലേ ഉപ്പ് ചേർക്കുകയാണ്. എന്നാൽ ആ ഉപ്പ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ആവും. കണ്ടോ, ചൂടിൽ കിടന്നിട്ട്. അപ്പോൾ ഈ കായം ഒന്ന് ഞാൻ നന്നായി പൊടിയട്ടെ. ഞാൻ കായത്തിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ പോകണം. ഞാൻ നോക്കൂ, അതിനെ ഇപ്പം നന്നായി ഒന്ന് ഇപ്പം എൻ്റെ പൊടിച്ച് കഴിഞ്ഞു. ഈ പൊടി അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഇതിന് കളറ് കിട്ടണമെങ്കിൽ നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ പൊടിക്കണം. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. എന്താ കാരണം വെച്ചാൽ പൊടിക്ക് കുറച്ച് എരിവ് വേണം. അവർ 20 മുളക് എന്ന് പറഞ്ഞാൽ ഞാൻ 10 എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് കൂടി ഈ പൊടി നല്ല എരിവുണ്ട്. അപ്പോൾ അവരുടെ മുളകിൻ്റെ ആണോ? അപ്പോൾ ഇനി ഈ പൊടി ഞാൻ എൻ്റെ കുപ്പിയിലാക്കി വെക്കട്ടെ. എന്നിട്ട് ഇന്ന് ഞാൻ ഇഡ്ഡലി കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റ്. ഇത് പാലിടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിനി ഈ പൊടി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം, അത്ര ടേസ്റ്റാണ് കേട്ടോ. കുപ്പിയിലാക്കട്ടെ കൂട്ടുകാരെ. ഇപ്പം ഞാനെൻ്റെ പൊടിയൊക്കെ പൊടിച്ചു കഴിഞ്ഞു. ഞാനിവിടെ നെയ്യ് വെച്ചിട്ട്, ഞാൻ സാധാരണ നെയ്യൊന്നും ഒരുപാട് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇപ്പം നെയ്യ് കഴിക്കുന്നത് വലിയ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയണത്. എങ്കിലും ഞാൻ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്യണം പൊടി. ആ മുളകിൻ്റെ കുറവ് അതിൽ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഇതന്നെ നല്ല എരിവുണ്ട്. അപ്പം ഞാനിനി അതിൽ കൂടുതൽ മുളക് ചേർത്താൽ നമുക്ക് അവരെമാതിരി കഴിക്കാൻ പറ്റില്ല. നമ്മൾ പ്രായമുള്ളവരല്ലേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്കിത്തിരി ചമ്മന്തി കഴിക്കുന്നതും ഇഷ്ടമാണ്. അപ്പം ഞാൻ ലേശം ഉള്ളിയും മുളകും കൂടെ അരച്ചത് അതും കൂടെ സൈഡിൽ വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഇഡ്ഡലി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് അർദ്ധരാത്രിക്ക് വിളിച്ചിട്ടും ദേഷ്യപ്പെട്ടാലും എന്തെങ്കിലും ഇഡ്ഡലി തരാൻ പറഞ്ഞാൽ ഓടിപ്പോയി ഞാൻ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പൊടിയിലിങ്ങനെ ഒപ്പിയിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി തരികയാണ്. എല്ലാവരും ഒന്ന് കഴിക്കും. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. വിദ്യാ ബാലൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പൊടി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചൂടാക്കാം. പക്ഷേ ഞാൻ എണ്ണ ഒഴിക്കണില്ല. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എല്ലാം അതിൽ വറുത്ത് കഴിയണം. അല്ലാണ്ട് ഓരോ സ്പൂണും എല്ലാറ്റിലേക്കും എണ്ണ ഒഴിക്കുകയല്ല. ഓരോ ധാന്യം വറുക്കുമ്പോഴും, ഓരോന്ന് പറഞ്ഞാൽ ഉഴുന്നും കടലപ്പരിപ്പും മുളകും എല്ലാം വറുക്കുമ്പോഴും ആ ഉള്ള 1 സ്പൂൺ ഒഴിച്ച് എണ്ണയിൽ ചെയ്യണം. അല്ലാണ്ട് പക്ഷെ ഞാനതും ചെയ്തിട്ടില്ല. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഇഡ്ഡലി ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തരികയാണ്. ഒന്ന് കഴിക്കൂ കേട്ടോ. ഇതും ഒരു പൊട്ട് ഇഡ്ഡലി തരുന്നുണ്ട്. പിന്നെ സമന്തി പൊട്ടിയിട്ടും ഒരു ഇഡ്ഡലി എല്ലാവർക്കും തരികയാണ്. ഉള്ളിയും മുളകും കൂട്ടിയ സമന്തി ഉണ്ടല്ലോ, അതും അടിപൊളിയാണ് ഇഡ്ഡലി കഴിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഡ്ഡലിയും സമന്തിയും തരണു, കഴിക്കുക.